ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ആയിട്ട് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോയില്ല. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. അതായത് ഇപ്പം മൺസൂണൊക്കെ ആയതുകൊണ്ട് നല്ല കിടിലനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇത് എൻ്റെ ഫ്രണ്ടാട്ടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നടന്നാണ് പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ള് കാണുക, ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്ന് കുറച്ച് പോകാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദൂരമുണ്ട്. പിന്നെ ചുമ്മാ നടക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് നടക്കാമെന്ന് ചോദിച്ചത്. അങ്ങനെ നടന്ന് എത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു വാട്ടർഫോളിൻ്റെ വ്യൂ ഉള്ളൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു ആനവണ്ടി വരുന്നുണ്ട്. പണ്ടത്തെ സൈസ് ആനവണ്ടിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞപ്പോൾ ഇത് കൂട്ട് സൈസൊക്കെ ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ ആയല്ലോ. പിന്നെ ഞങ്ങളങ്ങനെ നേരെ പോയി ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് എത്തി. ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വണ്ടികളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇവരിവിടുന്ന് കടത്തി വിടത്തില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടിക്ക് ടിക്കറ്റ് എടുക്കണം, അതല്ല ആൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. UPI ഒക്കെ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് കാണിച്ചു വെച്ചാൽ മതി എൻട്രിയിൽ. അതല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. വലിയവർക്ക് 50 രൂപയാണ് പൈസ വരുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ 10 രൂപ. പിന്നെ അതല്ലാണ്ട് ക്യാമറയ്ക്കൊക്കെ പൈസ ഉണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. നേരെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെയും ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ട് നല്ല പച്ചപ്പാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഒരു വ്യൂ പോയിന്റിലെത്തി. ഇവിടുന്ന് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് നല്ല കിടിലനാട്ടോ. കാരണം നല്ല മേളിൽ നിന്ന് കാണുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒലിച്ചു വരുന്നതിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറിയ കടകളൊക്കെ കണ്ടായിരുന്നു. ഒരു ചായക്കട കണ്ടു. പിന്നെ അതല്ലാണ്ടൊരു കളിപ്പാട്ടം കടയൊക്കെ കണ്ടു. പണ്ടൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒക്കെ കളിപ്പാട്ടങ്ങളൊക്കെ എന്താ പറയുന്നത് നോക്കും, ഇങ്ങനെ മേടിച്ച് തരാനൊക്കെ പറയും. ചിലപ്പം നമുക്ക് മേടിച്ചത് കിട്ടത്തൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പറയും, പപ്പേനോടും മമ്മീനോടൊക്കെ പറയും മേടിച്ച് തരാൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ചക്കയുടെ കട ഉണ്ട്, ഫുള്ള് ചക്ക ഐറ്റംസ് മാത്രം. എന്നിട്ട് പിന്നെ നടന്ന് ഞങ്ങൾ അങ്ങനെ എൻട്രിയിലെത്താനായി. നല്ല ആൾക്കാർ തിരക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയത് ശനിയാഴ്ചയായിരുന്നു. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. പൊതുവെ ശനി ഞായറൊക്കെയാണ് അതിരപ്പള്ളിയിൽ നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ എത്തി. ഞങ്ങളിതാ എൻട്രൻസിന് അങ്ങോട്ട് കയറി. പിന്നെ ഞങ്ങൾ നേരെ എൻട്രൻസിന് അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ച് ടിക്കറ്റ് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ഹെൽമെറ്റും ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 10 രൂപയേ ഉള്ളൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെന്ന് കയറിയപ്പോൾ തന്നെ അതേ കാണുന്നത് കുരങ്ങന്മാർ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവരാണ് ഇവിടെ ഭരിക്കുന്നത്. യൂഷ്വലി നമ്മളിപ്പോൾ എല്ലാ ഫോറസ്റ്റ് ഏരിയകളിലും ചെന്ന് കഴിഞ്ഞാൽ കുരങ്ങന്മാരില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. അപ്പോൾ ഇവിടെയും അതുപോലെയൊക്കെ തന്നെയാണ്, കുരങ്ങന്മാരില്ലാത്ത സ്ഥലമൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ നടന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയി. അകത്ത് കയറി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫാൾസ് എത്താനായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട് എന്ത് രസമെന്ന് പറയാം എൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെറിയൊരു ഹട്ടൊക്കെ ഉണ്ട്, ഇരിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക്, അതെന്തിനാണ് അവിടെ കൊണ്ട് വച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ താഴോട്ട് നടക്കുമ്പോഴാണെങ്കിൽ ഫുള്ള് സ്റ്റോണായിട്ടുള്ള ഇതാണ്, മറ്റേ കല്ല് പതിച്ചേക്കുന്ന റോഡാണ്. പിന്നെ പോകുമ്പം തന്നെ സൈഡിൽ നമുക്കവിടെ ലേഡീസ് ടോയ്ലറ്റൊക്കെ കാണാം. അവിടെ ഇരിക്കുന്നതിനൊക്കെയുള്ള ചെറിയ സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ ഫസ്റ്റത്തെ സ്ഥലത്തോട്ട് എത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഇവിടെ നമുക്ക് ശരിക്കും വാട്ടർഫോൾ കാണത്തില്ല, പക്ഷെ ആ ഒഴുകി വരുന്നതിൻ്റെ പരന്നിങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഞങ്ങളവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടൊക്കെ മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് വെച്ചു. കാരണം ഇവിടെ ചുമ്മാ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ടൈം കളയാനല്ലാണ്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. താഴോട്ടെന്ന് പറഞ്ഞാൽ മേലത്തെ പോലെയല്ല, കുറച്ചും കൂടെ വിഷമമുള്ളൊരു എന്താ പറയണ്ടേ വഴിയാണ് താഴോട്ട്.
കുറേ പേര് അവിടുന്ന് ഈ ഒറ്റ വഴിയുള്ളൂ. കുറേ പേര് അവിടുന്ന് താഴെ നിന്ന് മേളിലോട്ട് കയറുന്നുണ്ട്, കുറേ പേര് താഴോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഗേൾസിനെയൊക്കെ കണ്ടപ്പോൾ അവരുടെ പിറകെ നേരെ വെച്ച് പിടിച്ച്. പിന്നെ അവിടുന്ന് അവരെ ഓവർടേക്ക് ചെയ്ത് ഞങ്ങളങ്ങോട്ട് അവരുടെ ഫ്രണ്ടിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു പോയി. അതായത് നടക്കുന്നു, ആ ഫ്രണ്ട് നടക്കുന്നത് ഞാനാട്ടോ. ഇനി എന്നെ നിങ്ങൾ നടന്നു പോകുന്നത് കണ്ടില്ലെന്ന് വിചാരിച്ച് ഞാൻ അവനോട് പറഞ്ഞിട്ട്, എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് അവൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കൊച്ചു പയ്യനെ കണ്ടത്. ഒരു കൊച്ചു ചെറുക്കനെ കണ്ടേ. ഇവനാണെങ്കിൽ ഈ സൈഡിലുള്ള മറ്റേ ഇതൊരു ചവിട്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി കണ്ടപ്പം. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുന്നു, വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. മൺസൂൺ കാലത്താണ് നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മഴക്കാലത്ത് വന്നാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണത്തുള്ളൂ. കാരണം ഈ നമ്മൾ പുഴകളും പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണണമെങ്കിൽ മൺസൂൺ കാലത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഭംഗി കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം നല്ല രസമാണ്. കാരണം അതിന് തൊട്ടടുത്ത് നിന്ന് നിൽക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളം നമ്മുടെ മൊത്തത്തിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ മുഖത്തോട്ടൊക്കെ കയറും. എന്ത് രസമെന്നറിയാം. അവിടെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. അങ്ങനെ ആൾക്കാരുടെ ബഹളം തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളങ്ങനെ പോയി, ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് അവിടുന്ന് ഫോട്ടോ എടുത്തു. വെള്ളം അവിടുന്ന് എന്ത് രസമെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങളവിടെ അങ്ങനെ നിന്ന് എന്നാൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ കയറാൻ വേണ്ടി തുടങ്ങി. കയറുന്നതാണ് ഏറ്റവും പണി. ഇറങ്ങുന്നത് നമുക്ക് ഇറങ്ങി വരുന്ന പോലെ എളുപ്പത്തിൽ അങ്ങ് ഇറങ്ങി വരാമെന്ന് വയ്ക്കാം. കയറുന്നത് ഒരു 1.5 പണിയാണ്. കയറി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, കൊച്ചുങ്ങളെയൊക്കെ ഒരു ചേട്ടൻ തോളത്തെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലത്തെ ക്യൂ പോലെ മേളിലോട്ട് കയറി പോകണമെങ്കിൽ തന്നെ ഭയങ്കര ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാർ, അത്രയും ആൾക്കാരുണ്ട്. അവസാനം ഞങ്ങൾ എത്തി, ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കാൻ. അങ്ങനെ കഴിച്ച് നമ്മൾ ഫൈനലി തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ വാട്ടർഫോൾസ് എല്ലാം കണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അതിരപ്പള്ളി പോകാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ മെയിനായിട്ട് അതിരപ്പള്ളിയിലേക്ക് എത്താനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് എപ്പോഴും ബസ്സുണ്ട് അതിരപ്പള്ളിക്ക്. വൈകുന്നേരം 7:15 ലാസ്റ്റ് ബസ്, രാവിലെ 6 മണി തൊട്ടുണ്ട് ബസ്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മലക്കപ്പാറ, വാഴച്ചാൽ, വാൽപ്പാറയൊക്കെ കൂടി വരാം. അതിലേക്കൂടെ ബസ്സില്ല, ബസ്സുണ്ട് അതിലേക്കൂടെ, KSRTC ബസ് മാത്രമുണ്ട്. പിന്നെ അത് കൂടാണ്ട് നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടികൾക്കും വരാം. ഓക്കെ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.